ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോപ്പകുമാട്ടിപ്പിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത്. ഇന്നും അത്തരത്തിലുള്ള അടിപൊളി ബിസിനസ് ആശയമാണ് പറയാൻ പോകുന്നത്. ഈ ബിസിനസ് ആശയത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഇതിനൊരു മൊബൈൽ ഫോൺ മാത്രം മതി. രണ്ടാമത് ഇത് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. മൊബൈൽ ഫോണും ഇൻ്റർനെറ്റ് കണക്ഷനും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകളിൽ ആക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ബിസിനസ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സീറോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ ബിസിനസ്സിന് വേണ്ടത്. തീർച്ചയായിട്ടും ഒരു സിംഗിൾ പേഴ്സൺ ആയിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ അണ്ടറിൽ ആളാവശ്യമാണെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. ഇതിലെ ടിപ്സ് എങ്ങനെ ചെയ്യണം, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങൾ, A to Z കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറയും. സോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വെൽക്കം ടു വീഡിയോ. നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പം പല ആൾക്കാരും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ആൾക്കാരൊക്കെ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് ചോദിക്കാറുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഏതാ എടുക്കേണ്ടത് ചോദിക്കാറുണ്ട്, ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഏതാ എടുക്കേണ്ടത് ചോദിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് അറിവിൽ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ പറയാറുണ്ട്. ഈ ഒരു ബാങ്കിൻ്റെ എടുത്തോ, ആ ബാങ്കിൻ്റെ എടുത്തോ, അല്ലെങ്കിൽ ഈ ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്തോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു രൂപ പോലും കമ്മീഷനായിട്ട് കിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരു ക്രെഡിറ്റ് കാർഡ് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ക്രെഡിറ്റ് കാർഡ് ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് നിങ്ങൾ മുഖാന്തരമാണ് സെയിൽ നടക്കുന്നതെങ്കിൽ അപ് ടു 3,000 rupees വരെ നിങ്ങൾക്ക് ആദ്യത്തെ എമൗണ്ട് ആയിട്ട് കിട്ടും. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളൊരു 10 ക്രെഡിറ്റ് കാർഡ് ഒരു മാസം നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ സെല്ലായി ചെയ്തു. അത് 25,000 30,000 വരുമാനമുള്ള വ്യക്തികൾക്ക് ക്രെഡിറ്റ് കാർഡ് സെല് ചെയ്തു. ക്രെഡിറ്റ് കാർഡിൻ്റെ പർപ്പസ് എന്താണ്? നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് സഹായിക്കുന്നു. നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിനാൻഷ്യൽ ടൂളാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പം ഈ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങളൊരു കസ്റ്റമർക്ക്, ഇത്തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ്, ഒരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് റെഫറൻസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് റെഫർ ചെയ്യാണ്, അത് അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് വളരെ വലിയ രീതിയിൽ കമ്മീഷൻ കിട്ടുന്ന ഒരു അടിപൊളി ആപ്പിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ ആപ്പിൻ്റെ പേര് GroMo എന്നാണ്. GroMo. ഓക്കെ, അപ്പം ഈ ആപ്പ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇതൊരു സൂപ്പർ ഡൂപ്പർ അടിപൊളിയായിട്ടുള്ള കമ്പനിയാണ്. ഇതിനകത്ത് നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ താഴെ കാണുന്ന ലിങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ലിങ്ക് തരാൻ കാരണം തീർച്ചയായിട്ടും ഇതൊരു അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സാധനം പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിൽ ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഈ ലിങ്ക് വഴി കയറാം. അപ്പം ജസ്റ്റ് വിൽ ബി നിങ്ങൾ ചെയ്യുന്ന പർച്ചേസിൻ്റെ എമൗണ്ട് എനിക്ക് കിട്ടുമായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്ക് വഴി കയറാം, ആ ഇൻവിറ്റേഷൻ കോഡ് അടിക്കാം. ഇല്ല, അങ്ങനെ താല്പര്യമില്ല, എനിക്ക് സ്വന്തമായിട്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്തതെന്ന് വെച്ചാൽ യു കൻ ഡയറക്റ്റ്ലി ഗോ ടു ഗൂഗിൾ പ്ലേ സ്റ്റോർ ആൻഡ് യു കൻ ഡൗൺലോഡ് ദ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ ആപ്പിൻ്റെ പ്രത്യേകത നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇത് GroMo സെൽഫ് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ്, ഇതാണ് ഈ ആപ്പിൻ്റെ പ്രത്യേകത. ഇവിടെ നിങ്ങൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 1 million+ ഡൗൺലോഡ്സ് ഓൾറെഡി അവൈലബിൾ ആണ്. 4.4 റേറ്റിംഗ് ഉള്ള ഒരു ആപ്പാണ്. 16K റിവ്യൂസാണ്. ട്രസ്റ്റഡ് ബൈ 3.44 lakh ഇൻഡിവിജ്വൽസ്. ക്രെഡിറ്റ് കാർഡ് സെല് ചെയ്യാം, ബാങ്ക് യൂസ് ചെയ്യാം, ഏൺ അപ് ടു 1 lakh എവറി മന്ത്, ലൈവ് ട്രെയിനിങ് ആൻഡ് കോഴ്സ്. ഇതിൻ്റെ പ്രത്യേകിച്ച് ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട്, എസ്പെഷ്യലി ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഓരോന്നിനും ഓരോ ക്രൈറ്റീരിയസ് ഉണ്ട്. ആ ക്രൈറ്റീരിയസ് പഠിച്ചാലേ മാത്രം നമുക്ക് സെല് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇവർ ഓരോന്നിനും ലൈവ് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കും. വളരെ നല്ല റിവ്യൂ ആണ് ഈ സാധനത്തിനുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നാണ്, ഡയറക്റ്റായിട്ട് നമ്മൾ ഓപ്പൺ കൊടുക്കുക, നമ്മുടെ ലാംഗ്വേജ് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, നമ്മുടെ ലാംഗ്വേജ് ഏതാണോ അത് കൊടുക്കുക. ഡയറക്റ്റ് നെക്സ്റ്റ് അടിച്ചിട്ട് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്ത് അടുത്ത പേജിൽ വെച്ചാൽ നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ഒരു പേജാണ് വരിക. ഡയറക്റ്റ് OTP വന്നു കഴിഞ്ഞാൽ ആ പേജിലേക്കാണ് പോവുക. അപ്പോൾ പേജിലേക്ക് നമ്മളൊന്ന് പോയി കണ്ടോ, നമ്മുടെ ഫുൾ നെയിം ചോദിച്ചു, നമ്മുടെ എന്താ പറയണ്ടേ, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. സോ നമ്മൾ പേജിലെത്തിയിരിക്കുകയാണ്. പേജിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും നോക്കുക. ഇവിടെ ഓരോ പ്രൊഡക്റ്റുകൾ, ഇവിടെ എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ സെല് ചെയ്യേണ്ടതെന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നൊക്കെ നോക്കാം, എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രൊഡക്റ്റുകളുടെ സ്റ്റാർട്ട് സെല്ലിംഗ്, ക്രെഡിറ്റ് കാർഡ്, സേവിംഗ് അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇൻഡസിൻഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 3,000 രൂപയാണ് കിട്ടുക. മറിച്ച് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ആണെങ്കിൽ 2,050 രൂപയാണ് കിട്ടുക. AU സ്മോൾ ഫിനാൻസ് ആണെങ്കിൽ 1,000 സംതിങ് രൂപ. ഓരോ ക്രെഡിറ്റ് കാർഡിനും ഓരോ രൂപയാണ്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത്, അട്രാക്റ്റീവ് പോയിന്റ്സ്. ഇത് ഓരോ തവണ നിങ്ങൾക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓരോ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ടും ഓരോ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു വീഡിയോ ട്യൂട്ടോറിയൽ ഉണ്ട്. ഇത് പഠിച്ചിരിക്കണം. അതായത് ആർക്കൊക്കെയാണ് ഈ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് സൂട്ടബിൾ ആവുക, ഇതിൻ്റെ ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം ഇത് അപ്ലൈ ചെയ്ത് ഈ സാധനം ഡിസ്പാച്ച് ആയാലാണ് നിങ്ങൾക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സംഭവം വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഓരോ വീഡിയോസ് കണ്ട് പഠിച്ച് വളരെ കൃത്യമായി പഠിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയണം. അപ്പോൾ നിങ്ങൾ ഓരോ സ്ഥലത്തുള്ള പിൻകോഡിലാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പം എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, കസ്റ്റമർക്ക് പാൻ വേണം, ആധാർ വേണം, അഡ്രസ്സ് കറക്റ്റായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിനകത്തുള്ളത്. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലിങ്ക് ജനറേറ്റ് ചെയ്യാം. ലിങ്ക് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ KYC വെരിഫൈ ചെയ്യണം. KYC വെരിഫൈ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാൻ കാർഡ് കൊടുക്കാം. പാൻ കാർഡ് ഡയറക്റ്റായിട്ട് നമ്മുടെ NSDL ഫെച്ച് ചെയ്തിട്ട് ഡാറ്റ ഇടും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. ബാങ്ക് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എമൗണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക് ജനറേറ്റ് ചെയ്യാം. ലിങ്ക് ജനറേറ്റ് ചെയ്താൽ നമുക്ക് 2-3 തരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ലിങ്കിനെ സ്പ്രെഡ് ചെയ്യാം. ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് ലിങ്ക് കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ, ഈ ഒരു ഫോർമാറ്റിലാണ് തീർച്ചയായിട്ടും വരിക. ഇതൊരു മെത്തേഡ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മുടെ ലിങ്കിൻ്റെ പേര് GroMo/ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് ബിറ്റ്ലിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ഷോർട്ടൻ ചെയ്യാൻ പറ്റും. അതൊരു ഓപ്ഷൻ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാൻ, ഡയറക്റ്റായിട്ട് നിങ്ങൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പോകുക. ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പോയതിന് ശേഷം ക്രെഡിറ്റ് കാർഡ് ആവശ്യമുള്ള ആൾക്കാരുണ്ടോ, നമ്പർ കമൻറ്റ് ചെയ്യാൻ എഴുതാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, വളരെ കുറഞ്ഞ റേറ്റിൽ ഇത്രയാണ് അട്രാക്റ്റീവ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പോസ്റ്റർ ഉണ്ടാക്കാം. എന്നിട്ട് താല്പര്യമുള്ള ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് വാട്സപ്പിലേക്ക് കാര്യങ്ങൾ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇൻപുട്ട് കിട്ടും. ഇതിനകത്ത് നിന്ന് ഒരു 10-20 ആൾക്കാർ നിങ്ങൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ 1-2 ആൾക്കാർ ഒരു ദിവസം നിങ്ങൾ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖമായിട്ട് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ട്രെയിനിങ് വഴി, കോൾ വഴിയും ഒക്കെ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് ഈ കോൾ വഴിയൊക്കെ ഈ ആൾക്കാരെ, കസ്റ്റമർ നമുക്ക് അവർക്ക് അവരുടെ പ്രൂഫ് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ 5 to 6 ഡേയ്സിനുള്ളിൽ ഈ സാധനം അവർ വീട്ടിലെത്തും. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊരു പ്രാക്ടീസാണ്. ഒന്നല്ല, ഒരു ദിവസം ഒരു 3, 4, 5 എന്നൊക്കെ നിങ്ങളുടെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം 3 into 5 അത്രയാണ് 15,000 രൂപയൊക്കെ ഏൺ ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള ഒരു സൂപ്പർ ആപ്പാണിത്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിനെക്കുറിച്ചിട്ടുള്ള ഓവറോൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.